കൊല്ലം ചവറ സ്വദേശി വേണു ചികിത്സ ലഭിക്കാതെ മരിച്ച സംഭവത്തിൽ മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടി വേണമെന്ന് ഭാര്യ സിന്ധു ന്യൂസ് മലയാളത്തോട് ഇന്നലെ പുറത്തുവന്ന DME റിപ്പോർട്ട് 100% ശരിയെന്നും നടപടിയില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും സിന്ധു പറഞ്ഞു. കുടുംബത്തെ സർക്കാർ ഏറ്റെടുക്കണമെന്നും സർക്കാർ ജോലി നൽകണമെന്നും സിന്ധു ആവശ്യപ്പെട്ടു. രക്ഷിക്കാൻ ഇനി എനിക്കൊരു ജോലി വേണം, അത്യാവശ്യമാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഞാനൊരു മാനേജ്മെൻറ്റ് സ്കൂളിൽ വർക്ക് ചെയ്യുവാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴും എൻ്റെ എല്ലാ ചിലവും കഴിഞ്ഞാൽ എൻ്റെ മക്കളെ പഠിപ്പിക്കാനുള്ള പൈസ എൻ്റെ കയ്യിലില്ല. ആ ഒരു അവസ്ഥയിൽ നിൽക്കുവാണ് ഞാൻ. തീർച്ചയായിട്ടും ഏറ്റെടുത്തേ പറ്റൂ, അല്ലാതെ വേറെ ഒരു മാർഗ്ഗമില്ല. എനിക്ക് ഏറ്റവും വലിയ നെറുകേടല്ല കാണിച്ചത് എൻ്റെ കുടുംബത്തിനോടും എന്നോടും. ഇനിയെങ്കിലും നീതി പ്രതീക്ഷിക്കണമെങ്കിൽ ഇപ്പം റിപ്പോർട്ട് വന്നിട്ട് അവരുടെ റിപ്പോർട്ട് എന്തായാലും ഗവൺമെൻറ്റിനെ ഏൽപ്പിച്ച് കാണും. എന്നിട്ടും ഇതുവരെ ഒരു വിളി വന്നിട്ടില്ല. ഷമീർ വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ചേരുന്നു. ഷമീർ, ഗുഡ് മോർണിംഗ്. ഈ സർക്കാരിന് കീഴിലുള്ള വിവിധ സർക്കാർ ആശുപത്രികളിൽ ഈ വേണുവിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് അവർക്കൊക്കെയും വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നും മതിയായ ചികിത്സ ഉറപ്പാക്കാൻ കഴിഞ്ഞില്ല എന്നും ജീവനക്കാർക്കധിക അടക്കം ഈ കാര്യത്തിൽ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുമൊക്കെയായിരുന്നു DME റിപ്പോർട്ട്. ഈ റിപ്പോർട്ടിനെ പൂർണ്ണമായും ശരിവയ്ക്കുന്നു കുടുംബത്തിന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് ഷമീർ? ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ സിസ്റ്റം തകരാറിലല്ല എന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി പറയുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്ന സർക്കാർ പ്രതിരോധത്തിലാകുന്നതാണ് കഴിഞ്ഞ ദിവസം DME നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. അതായത് ആ കുടുംബം എന്തൊക്കെ ആവശ്യമാണ്, എന്തൊക്കെ പരാതിയാണ് DMEക്ക് മുമ്പിൽ പറഞ്ഞത്, ആ പരാതി അക്ഷരം പ്രതി ശരിയാണ് എന്നുള്ള തെളിവാക്കുന്നത് എന്ന് വെളിവാക്കുന്നതായിരുന്നു ആ റിപ്പോർട്ട്. ആ റിപ്പോർട്ടിന്മേൽ ഉദ്യോഗസ്ഥരെ സംരക്ഷിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അതായത് ജില്ലാ ആശുപത്രി മുതൽ CHSC മുതൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വരെ അനാസ്ഥയുടെ നേർചിത്രം വരച്ചു കാട്ടുന്നതായിരുന്നു ആ റിപ്പോർട്ടിലുള്ളത്. പക്ഷേ അതിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ യാതൊരുവിധ നടപടിയും ശുപാർശ ചെയ്തിട്ടില്ല. ഒപ്പം തന്നെ ആ കുടുംബത്തിന് നഷ്ടപ്പെട്ടത് ഒരു ഗൃഹനാഥനെയാണ്, അവരുടെ ഭർത്താവിനെയാണ് നഷ്ടപ്പെട്ടത്. അവരുടെ കുട്ടികളുടെ പഠനം മുടങ്ങുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ആ കുടുംബത്തെ ഏറ്റെടുക്കാനോ ആ കുടുംബത്തിന് വേണ്ട സഹായങ്ങൾ നൽകാനോ നമ്മൾ ഈ സംസാരിക്കുന്ന ഈ മിനിറ്റ് വരെ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. ആ സ്ത്രീ ഒരു സ്കൂളിൽ പോയി, പ്രൈവറ്റ് സ്കൂളിൽ പോയി പഠിച്ചുകൊണ്ടിരുന്ന വരുമാനം മാത്രമാണ് കുടുംബം ജീവിക്കുന്നത്. അതുകൊണ്ട് അവർക്കൊരു സർക്കാർ ജോലി നൽകണം എന്നാണ് അവരുടെ ആവശ്യം. സർക്കാർ ഇപ്പോഴും തങ്ങളോട് കാണിക്കുന്ന നെറികേടാണ്. ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന സമീപനം ശരിയല്ല. ഒപ്പം തന്നെ ഉദ്യോഗസ്ഥരെ ഇനിയും ഈ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ കോടതിയെ സമീപിക്കുമെന്ന് പോലും ആ കുടുംബം പറയുന്നു. അതായത് അവരുടെ നിത്യചെലവിനുള്ള വരുമാനം പോലും അവർക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് അടിയന്തരമായ ആ കുടുംബത്തിന് ധനസഹായം നൽകുകയോ ആ സിന്ധു എന്ന സ്ത്രീക്ക് സർക്കാർ ജോലി നൽകാനോ ആരോഗ്യവകുപ്പോ നമ്മുടെ സംവിധാനമോ നമ്മുടെ സിസ്റ്റമോ തയ്യാറാകണം എന്നാണ് ആ കുടുംബത്തിൻ്റെ ആവശ്യം. അത് ശരിവെക്കുന്നതാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന DME റിപ്പോർട്ടും. ഇനി എന്ത് നിലപാടാണ് സർക്കാർ സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. ഷമീറാണ് വിവരങ്ങൾ നൽകിയത് കൊല്ലത്ത് നിന്ന്.